നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്, KMIC ന്യൂസ്. പ്രേക്ഷകർക്ക് KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. മാപ്പിള മലബാറിന്റെ സാമൂതിരിയോർമ്മകൾ എന്ന ശീർഷകത്തിൽ SSF സമുദ്രയാത്രയും സ്മൃതി സംഗമവും നാളെ ഖലീൽ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. കേരള മുസ്ലിം ജമാഅത്തിന്റെ സ്ഥാപക ദിനമായ ഈ മാസം 10-ന് പൈതൃകയാത്ര സംഘടിപ്പിക്കുന്നു. സ്വാശ്രയ പ്രശ്നത്തിൽ നിയമസഭയ്ക്ക് പുറത്ത് സമരമുഖം തുറന്ന് UDF. മുഖ്യമന്ത്രി പിണറായി വിജയനെ രൂക്ഷമായി വിമർശിച്ച് വീണ്ടും രമേശ് ചെന്നിത്തല. 3 സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിലെ അമിത ഫീസ് ഹൈക്കോടതി നിർദ്ദേശം തിരുത്താൻ ശ്രമിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സൗമ്യ കേസ് തുറന്ന കോടതിയിൽ വാദം കേൾക്കാൻ സുപ്രീം കോടതി സമ്മതിച്ചു. സർക്കാരും സൗമ്യയുടെ അമ്മയും സമർപ്പിച്ച ഹർജിയിലാണ് കോടതി ഉത്തരവ്. കാശ്മീരിൽ സൈനിക ക്യാമ്പിനു നേരെ ഭീകരാക്രമണം. 3 ഭീകരരെ ഇന്ത്യൻ സൈന്യം വധിച്ചു. പാകിസ്ഥാനിൽ സർക്കാരും സൈന്യവും തമ്മിൽ ഭിന്നത. രാജ്യാന്തര തലത്തിൽ പാകിസ്ഥാൻ ഒറ്റപ്പെടുമെന്ന് ഷെരീഫിന്റെ മുന്നറിയിപ്പ്. രാജ്യാന്തര ബ്രാൻഡുകളായ 5 സോഫ്റ്റ് ഡ്രിങ്ക് ബ്രാൻഡുകളുടെ ബോട്ടിലുകളിൽ മാരക വിഷം. വിശദമായ വാർത്തകളിലേക്ക്. സ്വാശ്രയ പ്രശ്നത്തിൽ നിയമസഭയ്ക്ക് പുറത്ത് സമരമുഖം തുറന്ന് UDF. സ്വാശ്രയ പ്രവേശനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ രൂക്ഷമായി വിമർശിച്ച് വീണ്ടും രമേശ് ചെന്നിത്തല. ഫീസ് കൂടുതലാണെന്ന് മാനേജ്മെന്റുകൾ തുറന്നു സമ്മതിച്ചിട്ടും പിണറായി വിജയന് മാത്രം ബോധ്യപ്പെടുന്നില്ലെന്ന് ചെന്നിത്തല പറഞ്ഞു. BJP സർക്കാരിന് സ്തുതി പാടുകയാണ്. UDFന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. സ്വാശ്രയ സമരത്തിൽ മുഖ്യമന്ത്രി സ്വീകരിച്ച നിലപാടിനെ കടുത്ത ഭാഷയിൽ വിമർശിച്ച ചെന്നിത്തല പിണറായി വിജയന്റെ ഏകാധിപത്യ ഭരണമാണ് നടക്കുന്നതെന്നും ആരോപിച്ചു. ABVPക്കാർ സമരം നടത്തുമ്പോൾ BJP MLA നിയമസഭയിൽ മുഖ്യമന്ത്രിക്ക് മംഗളപത്രം വായിക്കുകയായിരുന്നെന്നും വിമർശനമുന്നയിച്ചു. അടുത്ത വർഷം 10 ലക്ഷം മുകളിൽ ഫീസ് വാങ്ങാനുള്ള ഒരു പാലം തുറന്നിരിക്കുകയാണ് ഈ ഗവൺമെന്റ്. ഒരു കാരണവശാലും കേരളത്തിലെ ജനങ്ങൾ ഇത് അംഗീകരിച്ചു കൊടുക്കില്ല. ഇവിടെ ABVPക്കാർ സമരം ചെയ്യുമ്പോൾ രാജഗോപാൽ അവിടെ പിണറായി വിജയന് മംഗളപത്രം എഴുതുന്ന ജോലിയിലായിരുന്നു ഏർപ്പെട്ടിരുന്നത്. പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തിൽ ഘടകകക്ഷി നേതാക്കൾ, MLA തുടങ്ങിയവർ പങ്കെടുത്തു. സ്വാശ്രയ പ്രവേശനത്തിന്റെ ഭാഗമായി മറ്റു ജില്ലാ കേന്ദ്രങ്ങളിലും UDF പ്രകടനവും ധർണയും സംഘടിപ്പിച്ചു. കൊല്ലം കലക്ടറേറ്റിന് മുന്നിൽ നടന്ന ധർണ NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്തു. ധർണ സമാധാനപരമായിരുന്നു. വയനാട് ജില്ലയിലെ മാർച്ച് MI ഷാനവാസ് MP ഉദ്ഘാടനം ചെയ്തു. DCC ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ചിൽ DCC പ്രസിഡന്റ് KL പൌലോസ് ഉൾപ്പെടെ വിവിധ ഘടകകക്ഷി നേതാക്കൾ പങ്കെടുത്തു. തൃശൂർ കലക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചും സമാധാനപരമായിരുന്നു. കലക്ടറേറ്റ് കവാടത്തിൽ പ്രവർത്തകർ ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ചെങ്കിലും നേതാക്കൾ ഇടപെട്ട് ശാന്തമാക്കി. DCC പ്രസിഡന്റ് PA മാധവൻ, TN പ്രതാപൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കോഴിക്കോട് സിവിൽ സ്റ്റേഷന് മുന്നിൽ നടത്തിയ ധർണ MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. 3 സ്വാശ്രയ മെഡിക്കൽ കോളേജുകൾക്ക് വൻ തുക ഫീസ് വാങ്ങാൻ അനുമതി നൽകിയ ഹൈക്കോടതി നിർദ്ദേശം തിരുത്താൻ ശ്രമിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഈ കോളേജുകളിലേക്ക് പ്രവേശന പരീക്ഷാ കമ്മീഷണർ പ്രവേശനം നടത്തുമെങ്കിലും ഫീസ് കുറയ്ക്കണമെന്ന ആവശ്യവുമായി സുപ്രീം കോടതിയെ സമീപിക്കും. സർക്കാർ നിശ്ചയിച്ച ഫീസിൽ കോളേജുകൾ പ്രവേശനം നടത്തുമ്പോൾ ചിലയിടത്ത് അധിക ഫീസ് ഈടാക്കുന്നത് ശരിയല്ല. ഇത് കോടതിയെ അറിയിക്കും. 2.5 ലക്ഷം ഫീസ് വാങ്ങുന്നതിനെ എതിർക്കുന്നവർ 10 ലക്ഷം ഫീസ് വാങ്ങാൻ മാനേജ്മെന്റുകൾ അനുമതി നേടിയതിനെതിരെ മിണ്ടുന്നില്ലെന്നും മുഖ്യമന്ത്രി കോഴിക്കോട്ട് പറഞ്ഞു. ഈ ഫീസ് നിരക്ക് അധികമാണെന്ന് സർക്കാർ പറയുന്നു. ഇത് അനുവദിക്കാൻ പറ്റില്ല എന്ന നിലപാട് സർക്കാർ എടുക്കുന്നു. അനുവദിച്ച ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ അപ്പീലും പോയിരിക്കുന്നു. അപ്പോൾ നിശ്ചയിച്ച ഫീസിൽ കൂടുതൽ ഫീസ് ഈടാക്കുന്ന നടപടി ശരിയല്ല എന്നത് തന്നെയാണ് സർക്കാർ. സൗമ്യ കേസ് തുറന്ന കോടതിയിൽ വാദം കേൾക്കാൻ സുപ്രീം കോടതി സമ്മതിച്ചു. തുറന്ന കോടതിയിൽ വാദം കേൾക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാരും സൗമ്യയുടെ അമ്മയും സമർപ്പിച്ച ഹർജിയിലാണ് കോടതി ഉത്തരവുണ്ടായത്. ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. 10:30 കേസ് പരിഗണിച്ചയുടൻ തന്നെ സംസ്ഥാന സർക്കാരിനു വേണ്ടി ഹാജരായ സോളിസിറ്റർ കേസിന്റെ പുനഃപരിശോധന ഹർജി തുറന്ന കോടതിയിൽ പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയായിരുന്നു. എതിർവാദങ്ങളൊന്നും ഉന്നയിക്കാതെയാണ് ജഡ്ജി സംസ്ഥാന സർക്കാരിന്റെ വാദം അംഗീകരിച്ചത്. തുടർന്ന് സൗമ്യയുടെ അമ്മ സുമതിയുടെ അപേക്ഷയും കോടതി അംഗീകരിച്ചു. കേസിന്റെ വാദത്തിലെ ചില പിഴവുകളുണ്ടായെന്നും
ചില വസ്തുതകൾ സുപ്രീംകോടതി പരിഗണിച്ചില്ലെന്നും കാണിച്ചാണ് സർക്കാരും സൗമ്യയുടെ അമ്മ സുമതിയും പുനഃപരിശോധനാ ഹർജി സമർപ്പിച്ചത്. കാശ്മീരിലെ ഹന്ദ്വാരയിലെ സൈനിക ക്യാമ്പിനു നേരെ വീണ്ടും ഭീകരാക്രമണം. സൈന്യവുമായുള്ള ഏറ്റുമുട്ടലിൽ 3 ഭീകരരെ വധിച്ചു. 2 സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ക്യാമ്പിലേക്ക് നുഴഞ്ഞുകയറാനുള്ള ഭീകരരുടെ ശ്രമമാണ് സൈന്യം തടഞ്ഞത്. രാഷ്ട്രീയ റൈഫിൾസിന്റെ ക്യാമ്പിനു നേരെയാണ് ആക്രമണമുണ്ടായത്. 4 ഭീകരർ ഉൾപ്പെട്ട സംഘമാണ് ആക്രമണം നടത്തിയതെന്നാണ് സൂചന. ശേഷിക്കുന്ന ഭീകരനായുള്ള തിരച്ചിൽ സൈന്യം ശക്തമാക്കിയിട്ടുണ്ട്. ബരാമുല്ലയിൽ ഈ മാസത്തെ 3ാമത്തെ ആക്രമണമാണ് ഇന്നത്തേത്. 3 ദിവസം മുമ്പ് ബരാമുല്ലയിലുണ്ടായ ഭീകരാക്രമണത്തിൽ ഒരു സൈനികൻ കൊല്ലപ്പെട്ടിരുന്നു. At around 5 o'clock in the morning, our sentries, they spotted 3 terrorists close to our perimeter fencing. On being challenged, these 3 terrorists opened indiscriminate fire onto our sentry posts and also to our living shelters where Jawans were resting. അതേസമയം ഇന്ത്യ പാക് ബന്ധം വഷളാവുകയും പാകിസ്ഥാൻ തുടർച്ചയായി വെടിനിർത്തൽ കരാർ ലംഘിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ അതിർത്തി സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് കൂടിക്കാഴ്ച നടത്തി. രാജസ്ഥാനിലെ ജയ്സൽമറിലാണ് യോഗം നടന്നത്. കാശ്മീർ, രാജസ്ഥാൻ, പഞ്ചാബ്, ഗുജറാത്ത് മുഖ്യമന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ഇന്ത്യ പാക് അധീന കാശ്മീരിൽ നടത്തിയ മിന്നലാക്രമണത്തെ തുടർന്ന് അതിർത്തി പ്രദേശങ്ങളിലുണ്ടായ സുരക്ഷാ സാഹചര്യങ്ങൾ യോഗം വിലയിരുത്തി. പാകിസ്ഥാനിൽ സർക്കാരും സൈന്യവും തമ്മിൽ ഭിന്നത ഉടലെടുക്കുന്നു. പാക് സൈന്യത്തിനും ISIക്കും ശക്തമായ മുന്നറിയിപ്പുമായി പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫ്. ഭീകരവാദികളെ തുരത്തിയില്ലെങ്കിൽ ആഗോളതലത്തിൽ ഒറ്റപ്പെടാൻ തയ്യാറായിക്കൊള്ളൂ എന്നാണ് സർക്കാരിന്റെ മുന്നറിയിപ്പ്. പാകിസ്ഥാനിൽ കഴിഞ്ഞ ദിവസം നടന്ന സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്ത ഒരു പ്രമുഖ നേതാവിനെ ഉദ്ധരിച്ച് പ്രമുഖ പാക് മാധ്യമമായ ഡോൺ ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. പാക് വിദേശകാര്യ സെക്രട്ടറി ഐസൌസ് ചൌധരിയാണ് രാജ്യാന്തര തലത്തിൽ പാകിസ്ഥാൻ ഒറ്റപ്പെട്ടു പോവുകയാണെന്ന വിവരം സൈന്യത്തിന് വ്യക്തമാക്കി കൊടുത്തത്. പാകിസ്ഥാനോട് അടുപ്പത്തിലായിരുന്ന പല രാജ്യങ്ങളും ഇന്ന് മുഖം തിരിച്ചിരിക്കുകയാണെന്ന് ചൌധരി യോഗത്തിൽ വ്യക്തമാക്കി. പാകിസ്ഥാനിൽ വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന ഹക്കാനി ശൃംഖലയ്ക്കെതിരെ നടപടിയെടുക്കണമെന്ന US ആവശ്യവും പത്താൻകോട്ട് ഭീകരാക്രമണത്തിന് ഉത്തരവാദികളായവർക്കെതിരെ നടപടി വേണമെന്ന ഇന്ത്യയുടെ ആവശ്യവും ചൌധരി യോഗത്തെ അറിയിച്ചു. പെപ്സി, കൊക്കക്കോള അടക്കം 5 സോഫ്റ്റ് ഡ്രിങ്ക് ബ്രാൻഡുകളുടെ ബോട്ടിലുകളിൽ മാരക വിഷം. കരീം ഏലംകുളത്തിന്റെ റിപ്പോർട്ടിലേക്ക്. രാജ്യാന്തര ബ്രാൻഡുകളായ പെപ്സിക്കോയുടെയും കൊക്കക്കോളയുടെയും സോഫ്റ്റ് ഡ്രിങ്കുകളുടെ ബോട്ടിലുകളിൽ മാരകമായ വിഷാംശങ്ങൾ ഉണ്ടെന്ന് കേന്ദ്ര സർക്കാർ പഠനം. ലെഡ്, ക്രോമിയം, കാഡ്മിയം തുടങ്ങി 5 വിഷവസ്തുക്കൾ ഉണ്ട് എന്നാണ് കണ്ടെത്തൽ. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം ഡ്രഗ്സ് ടെക്നിക്കൽ അഡ്വൈസറി ബോർഡാണ് പഠനം നടത്തിയത്. പഠനത്തിനായി തെരഞ്ഞെടുത്ത പെപ്സി, കൊക്കക്കോള, മൗണ്ടൻ ഡ്യൂ, സ്പ്രൈറ്റ്, 7up എന്നീ സോഫ്റ്റ് ഡ്രിങ്കുകളുടെ 5 സാമ്പിളുകളിലും ബോട്ടിലിൽ ഉള്ള വിഷവസ്തുക്കൾ കലർന്നിട്ടുണ്ട് എന്ന് പഠനം പറയുന്നു. പെപ്സിക്കോയാണ് മൗണ്ടൻ ഡ്യൂ, 7up എന്നീ സോഫ്റ്റ് ഡ്രിങ്കുകളുടെ നിർമ്മാതാക്കൾ. സ്പ്രൈറ്റ് നിർമ്മിക്കുന്നത് കൊക്കക്കോളയാണ്. കഴിഞ്ഞ ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലാണ് പഠനം നടന്നതെന്ന് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു. അന്തരീക്ഷ ഊഷ്മാവ് കൂടുന്തോറും ബോട്ടിലിൽ നിന്നും പാനീയത്തിൽ കലരുന്ന വിഷവസ്തുക്കളുടെ അളവ് കൂടുന്നതായും പഠനത്തിൽ കണ്ടെത്തി. DDABയുടെ നിർദ്ദേശപ്രകാരം കൊൽക്കത്ത ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈജീൻ ആൻഡ് പബ്ലിക് ഹെൽത്താണ് സാമ്പിളുകൾ പരിശോധിച്ചത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രവർത്തനം. ഓരോ സോഫ്റ്റ് ഡ്രിങ്കുകളുടെയും 600 മില്ലി വരുന്ന 4 ബോട്ടിൽ സാമ്പിളുകളിലായിരുന്നു പഠനം. പഠന റിപ്പോർട്ട് കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് DDAB ആരോഗ്യ സേവന ഡയറക്ടർ ജനറലും ചെയർമാനുമായ ജഗദീഷ് പ്രസാദിന് സമർപ്പിച്ചു എന്നാണ് വിവരം. പെറ്റ് ബോട്ടിലുകളിൽ നിറച്ച മരുന്നുകളിൽ വലിയ അളവിൽ ലോഹാംശങ്ങൾ കണ്ടെത്തിയതായി കഴിഞ്ഞ വർഷം ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ പഠനത്തിൽ പറഞ്ഞിരുന്നു. റിപ്പോർട്ടിനെ കുറിച്ച് പ്രതികരിക്കാൻ ജഗദീഷ് പ്രസാദ് തയ്യാറായില്ല. പഠന റിപ്പോർട്ട് ലഭിക്കാതെയും അതിന്റെ മെത്തഡോളജിയും അറിയാതെ പ്രതികരിക്കാൻ സാധിക്കില്ല എന്ന് പെപ്സിക്കോ ഇന്ത്യ വക്താവ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് KMIC ന്യൂസ്. തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയുടെ ആരോഗ്യസ്ഥിതി വെളിപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി മദ്രാസ് ഹൈക്കോടതി തള്ളി. സ്വകാര്യ ഹർജിയിൽ പൊതു താൽപര്യമില്ലെന്നും പ്രശസ്തിക്കുവേണ്ടി മാത്രമാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് കോടതി തീരുമാനം. പൊതുപ്രവർത്തകനായ ട്രാഫിക് രാമസ്വാമിയാണ് കോടതിയെ സമീപിച്ചത്. കഴിഞ്ഞ 2 ആഴ്ചയായി മുഖ്യമന്ത്രി ജയലളിത ആശുപത്രിയിലാണെന്നും അസുഖത്തെക്കുറിച്ച് കാര്യമായ വിവരങ്ങളില്ലെന്നും അതിനാൽ ആരോഗ്യസ്ഥിതി വെളിപ്പെടുത്തണമെന്നുമായിരുന്നു ട്രാഫിക് രാമസ്വാമി സമർപ്പിച്ച ഹർജിയിലെ പ്രധാന ആവശ്യം. ഹൈദരാബാദ് സർവകലാശാലയിലെ ഗവേഷക വിദ്യാർത്ഥി രോഹിത് വേമുല ആത്മഹത്യ ചെയ്തത് വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണെന്ന്
അലഹാബാദ് ഹൈക്കോടതിയിലെ മുൻ ജഡ്ജി AK രൂപൻവാൽ സമർപ്പിച്ച റിപ്പോർട്ട്. വെമുലയുടെ മാതാവ് ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കാനായി ദലിത് പേര് കൂട്ടിച്ചേർത്തതാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മുൻ മാനവ വിഭവശേഷി മന്ത്രി സ്മൃതി ഇറാനിയെയും കേന്ദ്രമന്ത്രി ബണ്ടാരു ദത്താത്രേയെയും വെള്ളപൂശുന്ന റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം മന്ത്രാലയത്തിന് കൈമാറിയത്. 41 പേജുള്ള അന്വേഷണ റിപ്പോർട്ടിൽ രോഹിത്തിന്റെ മാതാവ് രാധികയുടെ യഥാർത്ഥ മാതാപിതാക്കൾ മാല സമുദായക്കാരായിരുന്നുവെന്ന് തെളിയിക്കുന്ന രേഖകൾ ഇല്ലെന്നും രാധികയെ ദത്തെടുത്ത മാതാപിതാക്കൾ ഇങ്ങനെ പറഞ്ഞുവെന്ന അവകാശവാദം അവിശ്വസനീയമാണെന്നും പറയുന്നു. റിപ്പോർട്ടിന് ആധാരമായി 50 സാക്ഷികളുടെ മൊഴികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇവ പ്രധാനമായും സർവകലാശാല അധ്യാപകരുടെയും ജീവനക്കാരുടെയും മൊഴികളാണ്. വെമുല ആക്ഷൻ കമ്മിറ്റിയിലെ 5 പേരുടെ മൊഴികൾ മാത്രമാണ് ജസ്റ്റിസ് രേഖപ്പെടുത്താൻ തയ്യാറായത്. തീവ്രവാദത്തിനെതിരെയും ഭീകരവാദ കേന്ദ്രങ്ങൾക്കെതിരെയും പാക് അധീന കാശ്മീരിൽ പടുകൂറ്റൻ റാലി. പാക് സർക്കാരിന്റെയും പട്ടാളത്തിന്റെയും ISIയുടെയും പിന്തുണയോടെയുള്ള തീവ്രവാദം തങ്ങളുടെ മേഖലയെ സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമാക്കി മാറ്റിയെന്ന മുദ്രാവാക്യം വിളിച്ചായിരുന്നു ജനങ്ങളുടെ സമരം. മുസാഫറാബാദ്, കോഡ്ലി, ചിനാരി, മീർപൂർ, ഗിൽജിത്ത്, ഡയാമർ, നീലം താഴ്വരയുടെ ഭാഗങ്ങൾ എന്നിവയെ ഭീകരവാദ കേന്ദ്രങ്ങളാക്കി മാറ്റിയെന്ന് സമരക്കാർ പറയുന്നു. പാക് ഭീകരവാദികൾ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും കൊള്ളയടിക്കുകയും ചെയ്യുന്നു. ഇന്ത്യക്കെതിരെ ഒളിയുദ്ധം നടത്താനായി പാക് സർക്കാരും ISIയും തന്നെയാണ് തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നത്. ഡയമർ, ഗിൽജിത്ത്, ബസീൻ ഉൾപ്പെടെയുള്ള പല മേഖലകളിലേക്കും ജനങ്ങൾക്ക് പ്രവേശനം പോലുമില്ലാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളതെന്നും സമരക്കാർ ചൂണ്ടിക്കാട്ടുന്നു. जब तक इन दहशतगर्दों को मुकम्मल तौर पर समाया नहीं कर दिया जाता, जब तक एक ये सरजमीन से दहशतगर्दों को समाया नहीं कर दिया जाता, अच्छी और पूरे दहशतगर्दों का ये कॉन्फ्लिक्ट खत्म नहीं कर दिया जाता, जब तक आधे दहशतगर्दों को घर में छुपा के रखने से मसाइल हल नहीं होंगे। यहाँ पे दहशतगर्दों के जो कैंप है, यहाँ पे जो बैंड जो ऑर्गेनाइजेशन जो हैं, जो बैंड जादी कुत्ते हैं, उनको प्रोवाइड किया गया है राशन, उनको प्रोवाइड किया. ഈ നടപടി പിൻവലിച്ചില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്നും ഗിൽജിത്ത് മേഖലയിലെ പ്രക്ഷോഭത്തിന്റെ നേതാവ് ANIയോട് പറഞ്ഞു. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ഈ മണ്ണിൽ മനുജന്റെ നീണം പുരളരുതേ, നമ്മിൽ ശുദ്ധ സ്നേഹം ഒരിക്കലും വരളരുതേ. ഈ മണ്ണിൽ മനുജന്റെ നീണം പുരളരുതേ, നമ്മിൽ ശുദ്ധ സ്നേഹം ഒരിക്കലും വരളരുതേ. നമുക്കൊരുമയിലൊരുമയായി പണിയണം ഇവിടം സൗഹൃദ സ്നേഹയുഗം. നമുക്കൊരുമയായി പണിയണം ഇവിടം സൗഹൃദ സ്നേഹയുഗം. പുതു സൗഹൃദ ലോകമുണർന്നിടാൻ കൈകൾ ചേർത്തിടാം, നറുപുഞ്ചിരികൾ കൈമാറിടാം, ഒന്നായി ചേർന്നിടാം. മനസ്സിൻ കരകൾ മറകൾ പൊളിച്ചെഴുതേണം, ഇനി മകിഴേ തോൾ ചേർന്നു നടക്കേണം. മനസ്സിൽ മറകൾ കരകൾ പൊളിച്ചെഴുതേണം, ഇനി മകിഴേ തോൾ ചേർന്നു നടക്കേണം. ശാന്തി മന്ത്രം ചുണ്ടിൽ തത്തിക്കളിക്കണം സദയം, നീതി പുലരുന്ന നാടിനായി പൊരുതിടണം. ശാന്തി മന്ത്രം ചുണ്ടിൽ തത്തിക്കളിക്കണം സദയം, നീതി പുലരുന്ന നാടിനായി പൊരുതിടണം. പണ്ട് മമ്പൂറം തങ്ങളും കോന്തുനായരും കനിഞ്ഞു തന്ന സ്മൃതികളുണർന്നു. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകളിലേക്ക്. SSF കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സമുദ്രയാത്രയും സ്മൃതി സംഗമവും നാളെ വൈകിട്ട് 4 മുതൽ ചാലിയത്ത് നടക്കും. മാപ്പിള മലബാറിന്റെ സാമൂതിരിയോർമ്മകൾ എന്ന പ്രമേയം മുൻനിർത്തി SSF കോഴിക്കോട് ജില്ലാ കമ്മിറ്റി നവംബർ 6 കോഴിക്കോട്ട് സംഘടിപ്പിക്കുന്ന മാനവ സംഗമത്തിന്റെ പ്രചാരണാർത്ഥമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. മാലിക് ദീനാർ റളിയല്ലാഹു അൻഹുവും സംഘവും കേരളത്തിൽ സ്ഥാപിച്ച പള്ളികളിലൊന്നാണ് ചാലിയത്തെ പുഴവക്കത്തെ പള്ളി.
ക്രിസ്താബ്ദം 1531 പ്രസ്തുത പള്ളിയടക്കം 3 പള്ളികൾ തകർത്ത് അതിന്റെ കല്ലുകൾ കൊണ്ട് പോർച്ചുഗീസുകാർ ചാലിയത്ത് കോട്ട പണിതു. പ്രസ്തുത കോട്ട കേന്ദ്രമാക്കി പറങ്കികൾ പരിസര പ്രദേശങ്ങളിൽ അക്രമം അഴിച്ചുവിടുകയും സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയി വെപ്പാട്ടികളാക്കുകയും ചെയ്തു. സമാധാനപൂർണമായി നാടുഭരിച്ച സാമൂതിരിയെ അസ്ഥിരപ്പെടുത്താൻ കോട്ടയെ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. അതിക്രമങ്ങൾ അതിരുവിട്ടപ്പോൾ 1571 സാമൂതിരിയുടെ കൊടിക്കീഴിൽ പ്രദേശത്തും പരിസരത്തുമുള്ള ഹിന്ദുക്കളും മുസ്ലിങ്ങളും ചാലിയം കോട്ട വളയുകയും 2 മാസത്തോളം നീണ്ട പോരാട്ടത്തിനും ഉപരോധത്തിനുമൊടുവിൽ പറങ്കികളെ തുരത്തി കോട്ട തകർത്ത് പള്ളി പുനർനിർമ്മിക്കുകയും ചെയ്തു. രാഷ്ട്രസ്നേഹത്തിന്റെയും മതസൗഹാർദ്ദത്തിന്റെയും ചരിത്രത്തിൽ നിസ്തുലമാണ് ചാലിയം യുദ്ധം. ഈ ചരിത്രത്തെ അനാവരണം ചെയ്യാനും മതമൈത്രിയുടെ സന്ദേശം ജനഹൃദയങ്ങളിലെത്തിക്കാനുമാണ് SSF സൗഹൃദ സ്മൃതി സംഘടിപ്പിക്കുന്നത്. CP ഉബൈദുള്ള സഖാഫിയുടെ അധ്യക്ഷതയിൽ സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. അബ്ദുൽ ജലീൽ സഖാഫി കടലുണ്ടി, റിയാസ് TK സംസാരിക്കും. കേരള മുസ്ലിം ജമാഅത്തിന്റെ സ്ഥാപക ദിനമായ ഈ മാസം 10 പൈതൃക യാത്ര സംഘടിപ്പിക്കാൻ മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം തീരുമാനിച്ചു. പൈതൃക യാത്രയോടനുബന്ധിച്ച് ജില്ലയിലെ മൺമറഞ്ഞുപോയ പ്രസ്ഥാന നേതാക്കളുടെയും സൂഫിവര്യന്മാരുടെയും മക്ബറ സിയാറത്തും കൂട്ടുപ്രാർത്ഥനയും നടക്കും. സോൺ തലങ്ങളിൽ നടക്കുന്ന പൈതൃക യാത്രയ്ക്ക് ജില്ലയിലെ പ്രമുഖ സാദാത്തുക്കളും പണ്ഡിതരും നേതൃത്വം നൽകും. കഴിഞ്ഞ വർഷം ഒക്ടോബർ 10 മലപ്പുറത്ത് പിറവിയെടുത്ത കേരള മുസ്ലിം ജമാഅത്തിന്റെ കീഴിൽ ബഹുമുഖ പദ്ധതികളാണ് ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ജില്ലാ പ്രസിഡന്റ് സയ്യിദ് യൂസുഫുൽ ബുഖാരിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ സയ്യിദ് ഹബീബ് കോയത്തങ്ങൾ ചെരക്കാപ്പറമ്പ്, M അബ്ദുറഹ്മാൻ ഹാജി, കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി, പൊന്മള മൊയ്തീൻകുട്ടി ബാക്കവി, അബ്ദു ഹാജി വേങ്ങര, ബഷീർ ഹാജി പടിക്കൽ തുടങ്ങിയവർ സംബന്ധിച്ചു. PM മുസ്തഫ കോടൂർ സ്വാഗതം പറഞ്ഞു. SSF പുതിയ സംഘടനാ വർഷത്തേക്കുള്ള അംഗത്വകാല പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കമാകും. സംസ്ഥാനത്തെ 6300 യൂണിറ്റുകൾ കേന്ദ്രീകരിച്ച് പുതിയ പ്രവർത്തകരെ അംഗങ്ങളായി ചേർക്കുന്നതിന് നാളെ അംഗത്വ ദിനമായി ആചരിക്കും. ഒത്തുതീർപ്പല്ല നീതിയുടെ തീർപ്പുകളാകാൻ എന്ന പ്രമേയത്തിലാണ് ഈ വർഷത്തെ അംഗത്വകാലം ക്യാമ്പയിൻ നടക്കുന്നത്. ക്യാമ്പയിനിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കാരന്തൂർ മർക്കസിൽ നടന്ന ചടങ്ങിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നിർവഹിച്ചു. പേരമകൻ യാസിൻ അബ്ദുൽ ഹക്കീമിനെ അംഗമായി ചേർത്തുകൊണ്ടാണ് അംഗത്വകാലം ക്യാമ്പയിന് കാന്തപുരം ഉസ്താദ് തുടക്കം കുറിച്ചത്. ഈ മാസം 10 മർക്കസിൽ സാദാത്ത് ഡേ നടക്കും. ഉച്ചക്കാരംഭിച്ച് മഗ്രിബ് വരെ നടക്കുന്ന പരിപാടികളിൽ കേരളത്തിലെ വിവിധ കബീലകളിൽ നിന്നുള്ള സാദാത്തുക്കൾ പങ്കെടുക്കും. ഇതു സംബന്ധമായി ചേർന്ന യോഗത്തിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു. C മുഹമ്മദ് ഫൈസി, KK അഹമ്മദ് കുട്ടി മുസ്ലിയാർ കട്ടിപ്പാറ, VPM ഫൈസി വില്യാപ്പള്ളി, ഡോക്ടർ ഹുസൈൻ സഖാഫി, പറവൂർ കുഞ്ഞു മുഹമ്മദ് സഖാഫി, മലയമ്മ അബ്ദുള്ള സഖാഫി, ഉമർ അലി സഖാഫി തുടങ്ങിയവർ സംബന്ധിച്ചു. കേരളത്തിലെ യുവജനങ്ങളെ തീവ്രവാദത്തിൽ നിന്നും തടഞ്ഞത് സമസ്തയും അതിന്റെ പോഷക ഘടകമായ സമസ്ത കേരള സുന്നി യുവജന സംഘവുമാണെന്ന് കൊട്ടുക്കര മുഹീദ്ദീൻ സൈദി പറഞ്ഞു. മക്ക ICF സെൻട്രൽ കമ്മിറ്റി സംഘടിപ്പിച്ച ശില്പശാലയിൽ നമ്മുടെ സരണി എന്ന വിഷയാവതരണം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രകാശം ഈ പ്രവാസം എന്ന ശീർഷകത്തിൽ നടന്നുവരുന്ന ക്യാമ്പയിനിന്റെ ഭാഗമായാണ് മക്കയിൽ ശില്പശാല സംഘടിപ്പിച്ചത്. വനിതാ സംഗമം, യൂണിറ്റ് സമ്മേളനങ്ങൾ എന്നിവയും ക്യാമ്പയിനിന്റെ ഭാഗമായി നടന്നുവരുന്നുണ്ട്. ശില്പശാല UK അബ്ദുൽ മജീദ് മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. SSF മുൻ സംസ്ഥാന കാര്യദർശി G അബൂബക്കർ സാഹിബ് സംസാരിച്ചു. സെൻട്രൽ പ്രസിഡന്റ് സൈദലവി സഖാഫി അധ്യക്ഷത വഹിച്ചു. ജലീൽ മാസ്റ്റർ വടകര സ്വാഗതവും ഉസ്മാൻ കുറുകത്താണി നന്ദിയും പറഞ്ഞു. അവസാനമായി പ്രധാന വാർത്തകൾ. മാപ്പിള മലബാറിന്റെ സാമൂതിരിയോർമ്മകൾ എന്ന ശീർഷകത്തിൽ SSF സമുദ്രയാത്രയും സ്മൃതി സംഗമവും നാളെ ഖലീൽ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. കേരള മുസ്ലിം ജമാഅത്തിന്റെ സ്ഥാപക ദിനമായ ഈ മാസം 10 പൈതൃക യാത്ര സംഘടിപ്പിക്കുന്നു. സ്വാശ്രയ പ്രശ്നത്തിൽ നിയമസഭയ്ക്ക് പുറത്ത് സമരമുഖം തുറന്ന് UDF. മുഖ്യമന്ത്രി പിണറായി വിജയനെ രൂക്ഷമായി വിമർശിച്ച് വീണ്ടും രമേശ് ചെന്നിത്തല.
3 സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിലെ അമിത ഫീസ് ഹൈക്കോടതി നിർദ്ദേശം തിരുത്താൻ ശ്രമിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സൗമ്യ കേസ് തുറന്ന കോടതിയിൽ വാദം കേൾക്കാൻ സുപ്രീം കോടതി സമ്മതിച്ചു. സർക്കാരും സൗമ്യയുടെ അമ്മയും സമർപ്പിച്ച ഹർജിയിലാണ് കോടതി ഉത്തരവ്. കാശ്മീരിൽ സൈനിക ക്യാമ്പിനു നേരെ ഭീകരാക്രമണം, 3 ഭീകരരെ ഇന്ത്യൻ സൈന്യം വധിച്ചു. പാകിസ്ഥാനിൽ സർക്കാരും സൈന്യവും തമ്മിൽ ഭിന്നത, രാജ്യാന്തര തലത്തിൽ പാകിസ്ഥാൻ ഒറ്റപ്പെടുമെന്ന് ഷെരീഫിന്റെ മുന്നറിയിപ്പ്. രാജ്യാന്തര ബ്രാൻഡുകളായ 5 സോഫ്റ്റ് ഡ്രിങ്ക് ബ്രാൻഡുകളുടെ ബോട്ടിലുകളിൽ മാരക വിഷം. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. വാർത്തകൾ അയക്കേണ്ട വിലാസം kmicnewstime@gmail.com. കൂടുതൽ വാർത്തകൾക്കായി www.sunnyonlineclass.com സന്ദർശിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.